Inductance of a three-phase overhead line. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് ടു വയർ ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ത്രീ ഫേസ് ഓവർ ഹെഡ് ലൈനിന്റെ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എ ബി ആൻഡ് സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഓരോന്നിലും കൂടി പോകുന്ന കറണ്ട്, എയിൽ കൂടി പോകുന്ന കറണ്ട് ഐ എ, ബിയിൽ കൂടി ഐ ബി ആൻഡ് ഐ സി എന്ന് പറയുന്ന മൂന്ന് കറണ്ട്. Then കണ്ടക്ടർ എയും കണ്ടക്ടർ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്പേസിങ് D3 ആണ്. ബി സിയും തമ്മിലുള്ളത് D1 സ്പേസിങ് ആണ്. സിയും എയും തമ്മിലുള്ള സ്പേസിങ് D2 ആണ്. ഒരു ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ, കറണ്ടിന്റെ കണ്ടക്ടേഴ്സ് ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഇസ് ഈക്വൽ ടു 0 ആണെന്ന് അറിയാം. സോ നമുക്ക് ഇനി ഇവിടെ ടോട്ടൽ ഫ്ലെക്സ് ലിങ്കേജസ് ഓഫ് കണ്ടക്ടർ എ കാണണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഫ്ലെക്സ് ലിങ്കേജസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുമെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താ, ഫ്ലെക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടക്ടർ എയിൽ ഒരു കറണ്ട് ഇല്ലേ ഐ എ, ആ കറണ്ട് കാരണം കണ്ടക്ടർ എയിൽ ഉണ്ടാവുന്ന ഫ്ലെക്സ് ലിങ്കേജ് വിച്ച് ഈസ് ഈക്വൽ ടു ഐ എ ഈസ് ഈക്വൽ ടു μ0 ഐ എ ബൈ 2π ഇൻറ്റു 1/4 പ്ലസ് ഇൻറ്റഗ്രൽ ആർ ടു ഇൻഫിനിറ്റി ഇൻറ്റു ഡി എക്സ് ബൈ എക്സ്. അതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് ഐ ബി. ഇവിടെ മൂന്ന് കണ്ടക്ടേഴ്സ് അല്ലേ, അല്ലെ കണ്ടക്ടർ ബിയുടെ കറണ്ട് ഐ ബി കാരണം കണ്ടക്ടർ എയിൽ ഉണ്ടാവുന്ന ഫ്ലെക്സ് ലിങ്കേജ് വിച്ച് ഇസ് ഈക്വൽ ടു μ0 ഐ ബി ബൈ 2π ഇൻറ്റഗ്രൽ കണ്ടക്ടർ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് D3. സോ ഇൻറ്റഗ്രൽ D3 ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ്. സോ ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. ഓക്കെ. ദെൻ തേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലെക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് ഐ സി. കണ്ടക്ടർ സിയിലെ കറണ്ട് ഐ സി കാരണം കണ്ടക്ടർ എയിലെ ഫ്ലെക്സ് ലിങ്കേജ് വിച്ച് ഇസ് ഈക്വൽ ടു μ0 ഐ സി ബൈ 2π ഇൻറ്റഗ്രൽ D2 ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു. അപ്പം ടോട്ടൽ ഫ്ലെക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 പ്ലസ് ഇക്വേഷൻ 3. ഇക്വേഷൻ 1 ആണിത്, ഇക്വേഷൻ 2 ആണിത്, ഇക്വേഷൻ 3 ആണ് ഇത്. ഈ മൂന്ന് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 പ്ലസ് ഇക്വേഷൻ 3 ആഡ് ചെയ്യണം. സോ സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് μ0 ബൈ 2π നമ്മളിവിടെ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ ഇൻറ്റു 1/4 പ്ലസ് ഇൻറ്റഗ്രൽ ആർ ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് ഇൻറ്റു ഐ എ പ്ലസ് ഐ ബി മാത്രമേ ഉള്ളൂ കാരണം μ0 ബൈ 2π നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. പ്ലസ് ഐ ബി ഇൻറ്റഗ്രൽ D3 ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് പ്ലസ് ഐ സി മാത്രമേ ഉള്ളൂ ഇൻറ്റു ഇൻറ്റഗ്രൽ D2 ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, ഈ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തേക്കുന്നതാണ് ഇവിടെ. ദെൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തേക്കുന്നതാണ് ഇവിടെ ഈ ടേമിൽ കാണുന്നത്. ദെൻ ഇവിടെയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തേക്കുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്കറിയാം 1/x dxനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, ലോഗ് എക്സ് ടു ദ ബേസ് സി. അതിന് ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് എഴുതിയ ടേമാണ് ഇത്. അതേപോലെ എഴുതിയ ടേമാണ് ഇത്. ദെൻ ഇത്. അപ്പോൾ നോക്കിക്കോളൂ, ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ μ0 ബൈ 2π ഇൻറ്റു 1/4 പ്ലസ് 1/x dxനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് ടു ദ ബേസ് സി. ലോഗ് എക്സിന് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, അപ്പോൾ എന്താ വരും, ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് സി മൈനസ് ലോവർ ലിമിറ്റ് ലോഗ് ആർ ടു ദ ബേസ് സി ഇൻറ്റു ഐ എ പ്ലസ് ഐ ബി. അതേപോലെ ഇവിടെ ലിമിറ്റ് കൊടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് സി മൈനസ് ലോവർ ലിമിറ്റ് ലോഗ് D3 ടു ദ ബേസ് സി പ്ലസ് ഐ സി. വീണ്ടും ഇതിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ലോഗ് ഇൻഫിനിറ്റി ടു ബേസ് സി മൈനസ് ലോഗ് D2 ടു ബേസ് എ. ഒന്നുമില്ല, ഈ ടേമിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇത്രയും ഈ ലോഗിന്റെ ടേം വരുന്നത്. ദെൻ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ടേമിനെയും ഐ എയും ഐ ബിയും ഐ സിയും നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് കേട്ടോ. ഓരോ ടേം വിച്ച് ഈസ് ഈക്വൽ ടു μ0 ബൈ 2π. ഐനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐ എ ബൈ 4 പ്ലസ് ഐ എ ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് സി മൈനസ്
IA into log R to the base C. Then IB നെ അകത്തോട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം IB log infinity to base C minus IB log D3 to the base C. Then അതേപോലെ IC നെ നമ്മൾ അകത്തോട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? IC log infinity to base C minus IC log D2 to base C വരും. ഓക്കെ. then അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊരു കണ്ടീഷനിലേക്ക് എത്തിക്കണം. അതായത് IA plus IB plus IC is equal to 0 ആണെന്ന് നമുക്കറിയാം. സോ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐയുടെ ടേമിനെ എല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതും. ഓക്കെ, അതായത് ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഈ ഒഴിച്ചുള്ള ഐയുടെ ടേമിനെ നമ്മൾ ഒരുമിച്ച് എഴുതും. അപ്പം എന്തൊക്കെ വരും? IA/4 വരും. ദെൻ ഏത് വരും? IA minus IA log R to the base C വരും. ആ ടേമിനെ നമ്മൾ ഒരുമിച്ച് എഴുതി. ദെൻ ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് C ടേംസിനെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതി. അത് ഏതൊക്കെ വരും? പ്ലസ് IA ലോഗ് ഇൻഫിനിറ്റി ടു ബേസ് C വരും, പ്ലസ് IB ലോഗ് ഇൻഫിനിറ്റി ടു ബേസ് C വരും, ദെൻ പ്ലസ് IC ലോഗ് ഇൻഫിനിറ്റി ടു ബേസ് C വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു μ0/2π. ഐയുടെ ടേമിനെ ഒരുമിച്ച് എഴുതുമ്പം ഏതൊക്കെ വരും? ഈ ടേം വരും, പിന്നെ ഏത് വരും? ഇത് വരും. അപ്പോൾ 1/4 മൈനസ് ലോഗ് R to the base C into IA മൈനസ് IBയുടെ ടേം ഏതാ? ഈ മൈനസ് IB ലോഗ് D3 to base C. ദെൻ ഈ ICയുടെ ടേം മൈനസ് IC ലോഗ് D2 to base C പ്ലസ് നമുക്ക് ലോഗ് ഇൻഫിനിറ്റി ടു ബേസ് C ടേംസിനെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാം. അപ്പം ഇൻറ്റു IA പ്ലസ് IB പ്ലസ് IC എന്ന് വരും. സോ നമുക്കറിയാം IA പ്ലസ് IB പ്ലസ് IC is equal to 0 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? IA is equal to μ0/2π into 1/4 minus log R to the base C into IA minus IB log D3 to base C minus IC log D2 to base C വരും. ഇവിടെ എന്താ? ഈ ടേം അങ്ങ് 0 ആയി പോവില്ലേ? സോ ഇത് ബാക്കി ഈ ഇത്രയും ടേം മാത്രമേ വരത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഫ്ലെക്സ് ലിങ്കേജസ് ഓഫ് എ കണ്ടക്ടർ എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 2 types ഓഫ് സ്പേസിംഗ് ആണുള്ളത്. ഒന്ന് സിമെട്രിക്കൽ സ്പേസിംഗും ഉണ്ട്, ഒന്ന് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള സ്പേസിംഗും ഉണ്ട്. ഈ സിമെട്രിക്കൽ സ്പേസിംഗ് വെച്ചിട്ട് നമ്മുടെ സൈനെ, അതായത് ഫ്ലെക്സ് ലിങ്കേജസിനെ നമ്മൾ കോമ്പാക്ട് ചെയ്ത് എഴുതുകയാണ് കേട്ടോ ഇനി ചെയ്യുന്നത്. അപ്പം സിമെട്രിക്കൽ സ്പേസിംഗ് എന്താണെന്ന് നോക്കാം. സിമെട്രിക്കൽ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 3 കണ്ടക്ടേഴ്സ് ഉണ്ട്. A, B and C എന്ന് പറഞ്ഞ 3 കണ്ടക്ടേഴ്സ് which are symmetrically placed the corners of the equilateral triangle. ഒരു equilateral triangle കോർണേഴ്സിൽ സിമെട്രിക്കലി നമ്മൾ ഈ 3 കണ്ടക്ടേഴ്സും പ്ലേസ് ചെയ്യുകയാണെങ്കിൽ then D1 is equal to D2 ആയിരിക്കും, is equal to D3 ആയിരിക്കും, which is equal to D ആയിരിക്കും. അതായത് കണ്ടക്ടർ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസും സിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അതായത് ഡി ആയിരിക്കും, ഡി ഡിസ്റ്റൻസ് ആയിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടും എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, so under this condition the flex linkages with conductor A becomes, അപ്പം നമ്മുടെ ഈ സൈയുടെ ടേമില് ഈ D3ക്ക് പകരം D ആവും, ഈ D2ന് പകരം D ആകും. അത് ചേഞ്ച് ചെയ്തിട്ട് എഴുതിയേക്കുന്ന ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. Psi A is equal to μ0/2π into 1/4 minus log R to the base C into IA minus IB log ഈ D3ക്ക് പകരം എന്തായി? D ആയി, മൈനസ് IC log ഈ D2ന് പകരം എന്തായി? D ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ μ0/2π into 1/4 മൈനസ് ലോഗ് R to the base C into IA മൈനസ് ഇവിടെ ലോഗ് D to the base Cയുടെ 2 ടേംസ് ഉണ്ട്. അപ്പം ലോഗ് D to the base Cനെ നമ്മൾ കോമൺ ആയിട്ട് എഴുതിയിട്ട് മൈനസ് ഇൻറ്റു IB പ്ലസ് IC എന്ന് എഴുതിക്കൂടെ? അതായത് മൈനസ് IB ലോഗ് D to the E ഉണ്ട്, ദെൻ മൈനസ് IC ലോഗ് D to the base E ഉണ്ട്. ഇതിനകത്ത് നിന്ന് ലോഗ് D to the base Eനെ നമ്മൾ കോമൺ ആയിട്ട് എഴുതിയാൽ മൈനസ് ഇൻറ്റു IB പ്ലസ് IC എന്ന് എഴുതിക്കൂടെ? അതാണ് ഇക്വേഷൻ. Psi is equal to μ0/2π into 1/4 മൈനസ് ലോഗ് R to the base E IA മൈനസ് ഇതിനെ നമ്മൾ ലൂപ്പ് ചെയ്ത് എഴുതി IB പ്ലസ് IC ഇൻറ്റു ലോഗ് D to the base E എഴുതി. ഓക്കെ, ദെൻ നമുക്കറിയാം എന്താ? IA പ്ലസ് IB പ്ലസ് IC which is equal to 0 ആണെന്ന് നമുക്കറിയാം. അപ്പം IB പ്ലസ് IC is equal to മൈനസ് A എന്ന് എഴുതിക്കൂടെ? സോ നമുക്ക് ഈ IB പ്ലസ് ICക്ക് പകരം ഈ മൈനസ് A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? അപ്പോൾ ഈ മൈനസ് എയും ഈ മൈനസും കൂടെ ചേർന്നിട്ട് ഇവിടെ പ്ലസ് ആകൂലേ? അപ്പം പ്ലസ് IA ലോഗ് D to the base A ആകത്തില്ലേ?
അതായത് ഈ ഐ ബി പ്ലസ് ഐ സിക്ക് വരെ നമ്മൾ മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. അപ്പം ഈ മൈനസ് ഐ ഈ ഐ മൈനസും കൂടി ചേർന്നിട്ട് ഇവിടെ പ്ലസ് ഐ ആവും. ദെൻ ഈ ലോഗ് ഡി ടു ദി ബേസ് ഈ ടേംസിന് ചേഞ്ച് ഒന്നുമില്ല, അത് അതേ കണക്ക് എഴുതി. ഇസ് ടു മ്യൂ 0/2π 1/4 മൈനസ് ലോഗ് ആർ ടു ദി ബേസ് ഇൻറ്റു ഐ എ പ്ലസ് ഐ എ ലോഗ് ഡി ടു ദി ബേസ് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐ എ നമ്മളിവിടെ കോമൺ ആയിട്ട് എടുത്തു. μ0 ia/2π then 1/4 then ഇവിടെ ലോഗിന്റെ ടേം ആണ് കിടക്കുന്നത്, അതായത് മൈനസ് ലോഗ് ആർ ടു ദ ബേസ് ചെയ്യും പ്ലസ് ലോഗ് ഡി ടു ദ ബേസ് ചെയ്യും. ഈ ലോഗിന്റെ ടേമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് അതായത് ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിൽ കിടക്കുകയല്ലേ, അപ്പം ലോഗ് a/b എന്ന് എഴുതിക്കൂടെ നമുക്ക്, അതാണ് എഴുതിയിരിക്കുന്നത്. അതായത് μ0 ഐ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. μ0 ia/2π into 1/4 പ്ലസ് ലോഗ് ഫർദർ ലോഗിനെ ടേമിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് ഡി ബൈ ആർ ടു ദ ബേസ് എന്ന് കിട്ടി ഇൻറ്റു വെബർ ടേൺസ് പെർ മീറ്റർ. ദെൻ ഇതാണ് നമ്മുടെ സൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെക്സ് ലിങ്കേജസ് ഓഫ് എ കണ്ടക്ടർ എ ഫോർ എ സിമെട്രിക്കൽ സ്പേസിങ്. ദെൻ ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ നമുക്ക് കാണണം. ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എ നമുക്ക് കാണണം, വിച്ച് ഈസ് എൽ ഈസ് ഈക്വൽ ടു സൈ എ ബൈ ഐ എ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ സൈ എയുടെ ടേം നമുക്കിവിടെ അറിയാം. ദെൻ സൈ എക്ക് പകരം നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഐ എ സൈ എ ബൈ ഐ എ, ഈ സൈ എയിൽ ഒരു ഐ എ ഉണ്ട്, ദെൻ ഇവിടെ ഒരു ഐ എ ഉണ്ട്. ഈ രണ്ട് ഐ എയും കൂടെ ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ആണ് നമുക്ക് എൽ ഐക്ക് എഴുതിയിരിക്കുന്നത്. ഓക്കെ, then okay, then μ0 ന് പകരം നമ്മൾ 4π × 10⁻⁷ കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ μ0 ന് പകരം നമ്മൾ 4π × 10⁻⁷/2π into 1/4 പ്ലസ് ലോഗ് ഡി ബൈ ആർ ടു ദ ബേസ് എ കൊടുത്തു. ഓക്കെ, ദെൻ ഈ 4πയും 2πയും കൂടെ ക്യാൻസൽ ആക്കിയിട്ട് ഇവിടെ 2 കിട്ടും. 2 × 1/4 എന്താ 0.5 പ്ലസ് 2 × 2 അകത്തോട് കിട്ടുമ്പോഴത്തേക്ക് 2 ലോഗ് ഡി ബൈ ആർ ടു ദ ബേസ് ഇൻറ്റു 10⁻⁷. ഇതേപോലെ നമുക്ക് സിമിലർലി എൽ ബിയും എൽ സിയും കണ്ടുപിടിച്ചുകൂടെ. അതായത് ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എ നമുക്ക് ഇവിടെ കിട്ടി ഫോർ എ സിമെട്രിക്കൽ സ്പേസിങ്. അതേപോലെ ഇതേ കണക്ക് സിമിലർലി ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ബി ഫോർ എ സിമെട്രിക്കൽ സ്പേസിങ് കാണണം. ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ സി കാണണം ഫോർ എ സിമെട്രിക്കൽ സ്പേസിങ്. ഇത് നമുക്ക് അൺസിമെട്രിക്കൽ സ്പേസിങ് എന്താണെന്ന് നോക്കാം. അൺസിമെട്രിക്കൽ സ്പേസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 3-phase line conductors which are not equal distance from each other. 3-phase line conductors equal distance അല്ലെങ്കിൽ then it is said to be unsymmetrical spacing. Equal distance അല്ലാത്തതിനെ നമ്മൾ unsymmetrical spacing എന്ന് പറയും. The flex linkages and inductance which are not same then so therefore അതിനെയാണ് നമ്മൾ അപ്പം എന്താ അവിടെ unequal voltage drops ആയിരിക്കും. ഇപ്പം നമ്മുടെ കണ്ടക്ടേഴ്സ് ഇപ്പൊ ഇവിടെ ഒരു ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ കൂടി നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ അൺഈക്വൽ ആയിരിക്കും. Therefore the voltage at the receiving end is not same for all the phases. Okay, in order to get equal voltage drops in all conductors, എല്ലാ കണ്ടക്ടേഴ്സിലും നമുക്ക് ഒരു ഈക്വൽ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടണമെങ്കിൽ interchange the position we have to interchange the positions of conductors at regular intervals along the lines and each conductor occupies the original position over an ഈക്വൽ ഡിസ്റ്റൻസ്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ കണ്ടക്ടേഴ്സിനും നമുക്കൊരു ഈക്വൽ ഡിസ്റ്റൻസ് ഒരു ഈക്വൽ വോൾട്ടേജ് കിട്ടണമെങ്കിൽ എല്ലാ കണ്ടക്ടേഴ്സും ഒരു റെഗുലർ ഇന്റർവെൽസ് അല്ലെങ്കിൽ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പൊസിഷൻ 1, 2 and 3 പൊസിഷൻസ് ഇവിടെ ഉണ്ട്. ആൻഡ് 3 കണ്ടക്ടേഴ്സ് എ ബി ആൻഡ് സി 3 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇവിടെ കണ്ടക്ടർ എ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് അതിന്റെ പൊസിഷൻ ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, ദെൻ ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ കണ്ടക്ടർ ബി എന്ന് പറയുമ്പോൾ ഒരു റെഗുലർ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, ദെൻ അതിന്റെ പൊസിഷൻ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ടക്ടർ സിയും അതിന്റെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, then this figure shows the unsymmetrical spacing. Let us assume that each of the 3 sections is in 1 meter in length. നമുക്കറിയാം ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ ഒരു ബാലൻസ്ഡ് ലോഡിൽ IA plus IB plus IC is equal to 0 ആയിരിക്കും. let the line current be എന്താ ഇപ്പം നമ്മൾ കറണ്ട് അതായത് നമ്മുടെ കറണ്ട് 3 ഫേസിൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ 120 ആംഗിൾ ഡിഗ്രിയിലല്ലേ നമ്മൾ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. സോ ഐനെ നമ്മൾ ഇവിടുത്തെ എന്താ
റെഫറൻസ് ആയിട്ട് നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പോൾ ഐ എ ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു 1 പ്ലസ് J0, ദെൻ ഐ ബി ഇസ് ഇക്വൽ ടു എന്താ ഐ ഇൻറ്റു കോസ് 120 പ്ലസ് ജെ സൈൻ 120 വിച്ച് ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു മൈനസ് 0.5 മൈനസ് J.866 എന്ന് കിട്ടും. ദെൻ വീണ്ടും ഒരു 120 ചെയ്യുമ്പോഴത്തേക്ക് ഐ സി ഇസ് ഇക്വൽ ടു എന്ത് വരും, ഐ ഇൻറ്റു കോസ് 240 മൈനസ് ജെ സൈൻ 240 വരും. അപ്പം വിച്ച് ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു മൈനസ് 0.5 പ്ലസ് J.866 വരും. ദെൻ ഈ ഐ എയുടെയും ഐ ബി ആൻഡ് ഐ സി ഈ വാല്യൂസ് ഉണ്ടല്ലോ, നമ്മൾ സിമെട്രിക്കൽ സ്പേസിങ്ങും അൺസിമെട്രിക്കൽ സ്പേസിങ്ങും ഒക്കെ എഴുതുന്നതിന് മുമ്പ് നമ്മൾ സൈയുടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Psi is equal to mu0/2 pi into 1/4 minus log r to the base e into ia minus ib log d3 to the base e minus ic log d2 to the base e. ഇതിൽ നമ്മൾ ഐക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കും, ഐ ബിക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കും, ദെൻ ഐ സിക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. mu0/2 pi 1/4 മൈനസ് ലോഗ് ആർ ടു ദ ബേസ് ഐക്ക് പകരം നമ്മൾ ഐ ഇട്ട് കൊടുത്തു, ദെൻ മൈനസ് ഐ ബിക്ക് പകരം മൈനസ് ഓഫ് ഐ ഇൻറ്റു മൈനസ് ഓഫ് 0.5 മൈനസ് J.866 ഇൻറ്റു ലോഗ് d3 ടു ദ ബേസ് ഇ മൈനസ് ഐ സിക്ക് പകരം ഐ ഇൻറ്റു മൈനസ് ഓഫ് 0.5 പ്ലസ് J.866 ഇൻറ്റു ലോഗ് d2 ടു ദ ബേസ് ഇ കിട്ടി. ഒന്നുമില്ല, ആ ഐ എക്കും ഐ ബിക്കും ഐ സിക്കും പകരം നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. സോ എന്താ നമ്മൾ ഐ വെച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറ്റി എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കാണ് ഇവിടെ. അപ്പം mu0/2 pi ഐ ഇൻറ്റു 1/4 ഇൻറ്റു ഐ മൈനസ് ഐ ലോഗ് ആർ ടു ദ ബേസ് ഇ പ്ലസ് മൈനസ് ഐ മൈനസ് 0.5 ഇൻറ്റു ലോഗ് d3 ടു ദ ബേസ് ഇ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് 0.5 ഐ ലോഗ് d3 ടു ദ ബേസ് ഇ കിട്ടും. ദെൻ മൈനസ് ഐ ഇൻറ്റു മൈനസ് J.866 ഇൻറ്റു ലോഗ് d3 ടു ദ ബേസ് ഇ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് J.66 ഐ ഇൻറ്റു ലോഗ് d3 ടു ദ ബേസ് ഇ കിട്ടും. ദെൻ മൈനസ് ഐ ഇൻറ്റു മൈനസ് 0.5 ഐ ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു ലോഗ് d2 ടു ദ ബേസ് ഇ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് 0.5 ഐ ലോഗ് d2 ടു ദ ബേസ് ഇ കിട്ടും. Then minus I 0.5 then minus I into J.866 into log d2 to the base e ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇക്വേഷനും കിട്ടും. ഓക്കെ, ഒന്നുമില്ല, അത് ജസ്റ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ ഇക്വേഷനിൽ. ഓക്കെ, ദെൻ ഈ സ്റ്റെപ്പിൽ നമ്മൾ കോമൺ ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതിയേക്കാണ്. അതായത് ജേം ടേംസ് വരുന്നതൊക്കെ ഒരുമിച്ച് എഴുതിയേക്കാണ്. ദെൻ 0.5 ഐയുടെ ടേംസിനെ ഒരുമിച്ച് എഴുതിയേക്കാണ്. വിച്ച് ഈസ് ഈക്വൽ ടു mu0/2 pi 1/4 ഐ മൈനസ് ഐ ലോഗ് ആർ ടു ബേസ് ഇ പ്ലസ് 0.5 ഐയുടെ രണ്ട് ടേംസ് വരുന്നുണ്ട്. ഏതൊക്കെയാ? 0.5 ഐ ലോഗ് d3 ടു ബേസ് ഇ ഉണ്ട്, 0.5 ഐ ലോഗ് d2 ടു ബേസ് ഇ ഉണ്ട്. അപ്പം 0.5 ഐ നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ട് ലോഗ് d3 ടു ബേസ് ഇ പ്ലസ് ലോഗ് d2 ടു ബേസ് ഇ. ഓക്കെ, ദെൻ ജെ ടേംസ് കോമൺ ആയിട്ട് എടുത്തു. അപ്പം എന്താ? പ്ലസ് J.866 ഐനെ കോമൺ ആയിട്ട് എടുത്തിട്ട് ഏതൊക്കെ ടേംസ് വരും? ഇവിടുത്തെ ലോഗ് d3 ടു ബേസ് ഇ വരും. ദെൻ ഇവിടുത്തെ മൈനസ് ലോഗ് d2 ടു ബേസ് ഇ വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ടേമിന്, അതായത് 0.5 ഐ ലോഗ് d3 ടു ബേസ് ഇ പ്ലസ് ലോഗ് d2 ടു ബേസ് ഇ, ഈ ടേമിനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എത്തിക്കുകയാണ്. അതായത് വിച്ച് ഇസ് ഈക്വൽ ടു ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോം അല്ലേ. അപ്പം 0.5 ഐ ഇൻറ്റു ലോഗ് എ ഇൻറ്റു ബി ഫോമിൽ എഴുതിക്കൂടെ. അതായത് ലോഗ് d2 ഇൻറ്റു d3. ഇതിനെ ഫർദർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഐ ലോഗ് റൂട്ട് d2 d3 ടു ബേസ് ഇ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ഈ കിട്ടിയ ഈ ടേമിനെ നമ്മൾ ഇവിടോട്ട് ഇതിന് പകരം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം
psi a is equal to mu 0 by 2 pi വരും 1 by 4 ആയി അതേ കണക്ക് എഴുതി മൈനസ് ഐ ലോഗ് ആർ ടു ദ ബേസ് എ കിട്ടി. ഈ ടേംസിന് പകരം നമ്മൾ ഇവിടെ കിട്ടിയ ടേം എഴുതി, അതായത് പ്ലസ് ഐ ലോഗ് റൂട്ട് ഡി ടു ഡി ത്രീ ടു ദ ബേസ് എ എഴുതി. ദെൻ ഈ ടേംസിന് പകരം ഇതാ 0.8866 ഐ ലോഗ് D3 ബേസ് ഇ മൈനസ് ലോഗ് D2 ടു ബേസ് എക്ക് വരെ നമ്മൾ അതിന് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതി. എങ്ങനെയാ 0.866 ആയി ലോഗ് D3 by D2 to the base E ഇങ്ങനെ എഴുതി. ഓക്കെ, then നമ്മൾ ഇവിടെ ഈ 1/4i minus I log r to the base e plus I log root d2 d3 to the base e ഈ രണ്ട് ലോഗിന്റെ ടേമിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിൽ എഴുതിയിരിക്കുകയല്ലേ ഇവിടെ. ഇപ്പൊ ലോഗ് എ ബൈ ലോഗ് ബി ഇത്രേ ഉള്ളൂ. അതായത് psi a is equal to mu 0 by 2 pi into 1 by 4i plus I into log ഇതിനെ ഈ രണ്ട് ടേംസിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ലോഗ് റൂട്ട് d2 d3 by r to the base e പ്ലസ് ഈ ടേം അതേ കണക്ക് എഴുതി പ്ലസ് 0.866 i log d3 by d2 to the base e. ഓക്കെ, ദെൻ നമ്മൾ ഇതിനകത്തുനിന്ന് ഐനെ കോമൺ എടുത്തിട്ട് എഴുതിയൊക്കെയാണ് psi is equal to mu 0 by I by 2 pi into 1 by 4 plus log root d2 d3 by r to the base e plus j 0.866 log d3 by d2 to the base e. ഇതാണ് നമ്മുടെ ഫ്ലെക്സ് ലിങ്കേജസ് ഓഫ് എ കണ്ടക്ടർ എ ഇൻ അൺസിമെട്രിക്കൽ സ്പേസിംഗ്. ഓക്കെ, നമുക്ക് ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ കണ്ടുപിടിക്കുന്നത്. ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് എൽ എ. അതിന് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ psi a ബൈ ഐ എ അല്ലെങ്കിൽ psi a ബൈ ഐ എ. സൈയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ psi a നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ബൈ ഐ എ. psi എയിൽ ഒരു ഐ ഉണ്ട്, ഐ ക്യാൻസൽ ആൻഡ് ഈ ഐ ക്യാൻസൽ. ദെൻ രണ്ട് ഐയും ക്യാൻസൽ ആക്കിയിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. is equal to L is equal to mu 0 by 2 pi into 1 by 4 plus log d root d2 d3 by r to the base e 0.866 j log d3 by d2 to the base e. ഓക്കെ, ദെൻ നമ്മൾ ഒന്നുമില്ല, mu 0 പകരം നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു. എന്താ 4.10⁻⁻⁷ by 2 pi into 1 by 4 plus log root d2 d3 by r to the base e plus 0.866 j log d3 by d2 to the base e. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 2 പൈയും ഈ 4 പൈയും കൂടെ ക്യാൻസൽ ആയി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 കിട്ടും. ഈ 2 into 1/4 ചെയ്യുമ്പോഴത്തേക്ക് 1/2 കിട്ടും. അതൊന്നുമില്ല, ഈ 2നെ എല്ലാം നമ്മൾ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 1/4 1/2 ദെൻ ഈ 2 into log. അപ്പോൾ എന്താ 2 log root d2 d3
by r to the base കിട്ടും. Then 2 into 0.866 j log ചെയ്യുമ്പോഴത്തേക്ക് plus 1.732 j log d3 by d2 to the base e into 10 raised to minus 7 കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ എ of a for a unsymmetrical spacing. ഇതേപോലെ നമ്മൾ ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ ബി കണ്ടുപിടിക്കണം, ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ സി കണ്ടുപിടിക്കണം. സോ ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ ബി യുടെ ഇക്വേഷൻ ആണ് ഇത്, ആൻഡ് ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ സി യുടെ ഇക്വേഷൻ ആണ് ഇത്. ഇപ്പൊ എൽ ബി കാണുമ്പോഴത്തേക്ക് 1/2 + 2 log എന്താ എൽ ബിയുടെ കണ്ടക്ടർ ബിയുടെ സ്പേസിങ് ഫിഗറിൽ നോക്കിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഫിഗറിൽ നോക്കുമ്പോൾ മനസ്സിലാവും. √d3d1/r to the base e പ്ലസ് 1.732 j log d1 by d3 to the base into 10 raised to minus 7. LC എഴുതുമ്പോഴത്തേക്ക് 1/2 + 2 log കണ്ടക്ടർ സിയുടെ സ്പേസിങ് d1 d2 ആണ്. സോ റൂട്ട് d1 d2 by r to the base e plus 1.732 j log d2 by d1 to the base e into 10 raised to minus 7. അപ്പൊ നമുക്ക് ഇൻഡക്ടർ എന്താ ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ എ കിട്ടി, ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ ബി കണ്ടുപിടിച്ചു, ഇൻഡക്ടൻസ് ഓഫ് എ കണ്ടക്ടർ സി കണ്ടുപിടിച്ചു. അതാണ് എൽ എ, എൽ ബി, എൽ സി. ഇപ്പം നമുക്ക് ഇൻഡക്ടൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ 1/3 ഇൻറ്റു എൽ എ പ്ലസ് എൽ ബി പ്ലസ് എൽ സി ചെയ്യണം. അതായത് ടോട്ടൽ ഇൻഡക്ടൻസിന്റെ 1/3 ചെയ്യണം. അപ്പം നമ്മള് ഈ എൽ എയും എൽ ബിയും എൽ സിയും കൂടെ /3 ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 + 2 log 3 √d1 d2 d3 by r to the base into 10 raised to minus 7. അതിനെ നമ്മൾ 1/2നെ നമ്മൾ 0.5 + 2 log എന്താ 3 √d1 d2 d3 by r to the base into 10 raised to minus 7 കിട്ടി. സോ ഇതാണ് ഇൻഡക്ടൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ എന്ന് പറയുന്നത്. ദെൻ ദ ഡിസ്റ്റൻസ് ഡി നെയാണ് നമ്മൾ ഇക്വലന്റ് ഇക്വലേറ്ററൽ സ്പേസിംഗ് ഫോർ അൺസിമെട്രിക്കൽ ട്രാൻസ്പോസ്ഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ഇൻഡക്ടൻസ് ഓഫ് എ 3 phase ഓവർ ഹെഡ് ലൈൻ എന്ന് ഓവർ ഹെഡ് ലൈനിന്റെ ഡെറിവേഷൻ. ഇപ്പം ഇൻഡക്ടൻസ് ഓഫ് എ സിംഗിൾ ഫേസ് ഉണ്ട്, ഇൻഡക്ടൻസ് ഓഫ് എ 3 phase ഓവർ ഹെഡ് ലൈനും ഉണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറിവേഷൻ ആണ്. അപ്പം പഠിക്കുമ്പം എഴുതി പഠിക്കുക, കേട്ട് പഠിക്കാതെ ഇത് നിങ്ങളുടെ നോട്ട്സ് എഴുതിയിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും.